നീ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. ഇതെന്ത് കഷ്ടമാണിത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അച്ഛനെ കുരുവ് പൊട്ടും. എന്തിന്? എടി 2 വർഷം മുമ്പ് എന്റെ ബൈക്കിൽ നിന്ന് വീണല്ലേ പുള്ളിക്ക് ആക്സിഡന്റ് പറ്റിയത്. 3 മാസം പുള്ളി ആശുപത്രി കിടന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞാൽ പുള്ളി ഇപ്പൊ ക്ലൈമിന്റെ പൈസ 1 ലക്ഷം രൂപ മേടിച്ചു വെച്ചിട്ടില്ലേ, അത് മേടിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഓർക്കും. നീ ചെന്ന് പോയിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. ഇല്ല, അച്ഛൻ അങ്ങനെയൊന്നും വിചാരിക്കൂല. ഞാൻ എന്റെ അച്ഛൻ ഒറ്റ മോളല്ലേ, ആ 1 ലക്ഷം രൂപ നമുക്ക് ചേട്ടൻ ഇങ്ങോട്ട് വാങ്ങി ആ മേടിക്കാന്ന് പൈസ. നീ അകത്ത് പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ നോക്കിട്ട് വാ. ചിലപ്പോ ബൈക്കിൽ നിന്ന് വീഴ്ത്തി തന്നിട്ട് വൈരാക്കി എന്നോട് കാണും. അതുകൊണ്ട് അമ്മേ അമ്മേ ആരാ? അയ്യോ വന്നാ മഹാറാണി. ആഹാ ഉണ്ടോ ഇവിടെ രണ്ടുപേരും? നിനക്കൊക്കെ നാണുണ്ടോ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാനായിട്ട്? അച്ഛനെ വണ്ടിയെ കൊണ്ടുപോയി ഉരുട്ടി ഇട്ടിട്ട് 3 മാസം അത് ഞാൻ ആശുപത്രി കിടന്ന്. അപ്പോഴൊന്നും നിന്നെ ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ വന്ന കാര്യം എനിക്ക് മനസ്സിലായി. ക്ലെയിമിന്റെ 1 ലക്ഷം രൂപ ഇവിടെ കിട്ടിയെന്ന് അറിഞ്ഞ് അത് മേടിക്കാനായിട്ട് രണ്ടും കൂടെ ഡാവി വന്നിരിക്കുവോ ഇപ്പൊ? നല്ല കാശ് മേടിക്കാൻ വന്നേന്നും അല്ല. അച്ഛനെവിടെ? പിന്നെ അച്ഛനെവിടെ? ബാക്കിയുള്ളവനിവിടെ ആദ്യം പിടിച്ചിരിക്കും. അറിയോ? നല്ലതാ, ആവി പിടിക്കണം, നല്ലതാ, ജലദോഷം മാറി കിട്ടും. ഞാൻ വല്ല പറഞ്ഞാ കൂടി പോസുകൂ. ആ മനുഷ്യൻ ഇന്നലെ ക്ലൈമും മേടിച്ചോണ്ട് ഇവിടെ കയറി വരുന്നവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇന്ന് നേരം നമ്മളിപ്പോ അരക്കാൻ തേങ്ങ ഉണ്ട് ചേട്ടാ, പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും കേൾക്കാതെ നിന്റെ അച്ഛൻ അയ്യത്ത് പോയിട്ട് തെങ്ങിന്റെ ചോട്ടിൽ പോയി നിന്ന് ഒരു വാട്ട തേങ്ങ തല വീണിട്ട് ഇപ്പൊ ഓർമ്മയും ബോധം ഒന്നുമില്ല. എന്നെ പോലും തിരിച്ചറിയാത്ത അവസ്ഥ നിൽക്കുക. അയ്യോ എല്ലാം മറന്നുപോയി. ഇതെന്നായി കേൾക്കണെന്ന്? അപ്പൊ നമുക്ക് ക്ലെയിം കിട്ടിയ കാശ് എവിടെ വെച്ചെന്ന് അച്ഛൻ ഓർമ്മയില്ലേ? അത് എനിക്കറിയാവോ, അച്ഛനല്ലേ അറിയാവുള്ളൂ. ആ കാശ് എവിടെയാണെന്ന് അച്ഛൻ അറിയത്തില്ല, ഓർമ്മയൊന്നും ഇല്ല. അപ്പൊ ഇത് ആകെപ്പാട് പൊളിയൂല്ലയോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ഇതെങ്ങനെ കിട്ടും? എടാ ഇങ്ങനെ നിക്കാതെ അച്ഛനെ എവിടെയെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. അച്ഛൻ എവിടെയാന്നേ? അച്ഛൻ ഉണ്ട്. അച്ഛൻ ദേ വരുന്നുണ്ട്. അച്ഛനോട് തന്നെ ചോദിക്കും. വടക്കേപ്പറമ്പിലെ ദാശാരി എന്തിനാ എന്റെ കൈ കയറി പിടിക്കുന്നത്? നിന്റെ ഭർത്താവ് കണ്ട എന്ത് വിചാരിക്കും? നിന്റെ ഭർത്താവ് കണ്ടിട്ട് ഒന്നും വിചാരിച്ചില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, എന്റെ ഭാര്യ കണ്ട എന്ത് വിരിക്കും? വടക്കേപ്പറമ്പിൽ ദാശാരി വയസ്സുകാലത്ത് തന്നെ പീഡനത്തിന് ഇറങ്ങാൻ വീട്ടിലോട്ട് പോകാൻ നോക്കുക. എന്റെ ഈശ്വര, ഇത് കേട്ടോ നിങ്ങള്? പണ്ടങ്ങാണ്ട് പ്രേമിച്ചടന്ന ദാശായിനിയുടെ പേര് വരെ ഓർക്കുന്നുണ്ട്. എന്റെ മനുഷ്യ, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ ഭാര്യ പത്നിനിയാ. അപ്പൊ ഓർമ്മ റിലേ പോയി? ഓർമ്മയില്ലടാ. ഞാൻ നോക്കട്ടെ. 1 ലക്ഷം രൂപ മേടിക്കാൻ വന്നല്ല, എന്നാലും ചോദിക്കണം, അച്ഛൻ എന്നെ മനസ്സിലായോ? വില്ലേജ് ഓഫീസർ അല്ലേ? ഞാനാ? ഞാൻ വില്ലേജ് ഓഫീസറാ, മരുമകൻ. ഒരു പോക്കുവരവുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഓർമ്മയില്ലാത്ത മനുഷ്യൻ എന്തെങ്കിലും വിളിച്ച് പറയണമെന്ന് കരുതി നീ എന്റെ നേരെ തൂങ്ങല്ലേ? അതെ, ഞാൻ ഇപ്പൊ വന്നത് എനിക്ക് ചെറിയൊരു ബാധ്യത ഉണ്ട്. അപ്പൊ പൈസ കിട്ടിയിരുന്നെങ്കിൽ അത് തീർക്കായിരുന്നു. ബാധ്യതാ സർട്ടിഫിക്കറ്റോടെ ഞാൻ വില്ലേജ് വന്നായിരുന്നു. അപ്പൊ എന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ എനിക്കറിയായിരുന്നു സാർ എന്റെ വീട്ടിൽ വരുമെന്ന്. എന്നാലും ഞാൻ ബാധ്യത സർട്ടിഫിക്കറ്റ് തരത്തുമില്ല. എന്റെ പറമ്പിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാ റിലേ പോയി. അച്ഛന് മോള് ഇവിടെ വന്ന് നിക്കണ എത്ര നേരം എന്തെങ്കിലും മനസ്സിലാവണ്ട. മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൃളാണിനി എന്തിനാ ഇവിടെ വന്നത്? എന്തൊക്കെയാ പറയണ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരിക്കാതെ അച്ഛനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ നോക്കും. പിന്നെ ഇനി ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ കാശുകളുടെ കാര്യമുണ്ടോ? പിന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ആ പാട് 1 ലക്ഷം രൂപയുണ്ട്, അതൊന്നും ഇങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ. അതെ, ഓർമ്മ കിട്ടി, കാശ് തരാം, ഇങ്ങോട്ട് ചെല്ലാൻ. ഇങ്ങോട്ട് വന്നേ, കാശ് തരാന്ന് പറഞ്ഞു വരാൻ വിളിച്ചതല്ല, രാമരാമ ജപിച്ചതാ. ഇത് ആശുപത്രി കൊണ്ട് കാശ് പോകുന്ന ഒരു കാര്യം ചെയ്യും. എന്റെ പരിചയത്തിൽ ഒരു അടിപൊളി വൈദ്യനുണ്ട്, പഞ്ചർ വൈദ്യൻ. പഞ്ചർ വൈദ്യൻ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചതന്ത്രങ്ങളും അരച്ച് കലക്കി കുടിച്ചൊരു വൈദ്യൻ. ഈ വൈദ്യൻ നമ്മൾ പഞ്ചർ ഒട്ടിക്കാൻ ആളെ വിളിക്കുമ്പോ പെട്ടെന്ന് വരൂലേ, അതുപോലെ വന്ന വൈദ്യൻ. അതാ ഞാൻ പഞ്ചർ വൈദ്യൻ ആദ്യം ഓർത്തത്. ഹലോ, ആ വൈദ്യരെ, ഞാൻ ആ ഗൂഗിൾ മാപ്പിൽ സ്പോട്ട് ഇട്ടിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് ഇടം വരെ വാ. ഒരു ചെറിയ പേഷ്യന്റ് ഉണ്ട്, വാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വൈദ്യര് വരും. പിന്നെ ഇത് മാറുമെന്ന്, മാറിക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും പൈസ ഒന്ന് കിട്ടിയാൽ മതി. ആരാ ഫോൺ ചെയ്തത്? ഞാനാണ് ഫോൺ ചെയ്തത്. ഒരു വെള്ള പേപ്പർ വേണം. വെള്ള പേപ്പർ ഇപ്പൊ തരാവേ. കൊടുക്കടി. വെള്ള പേപ്പർ. അതെ, ഇതെന്നാ സംഭവം എന്നാ?
കാണിച്ചു രാവിലെ കുളിച്ചപ്പോ സോപ്പും വെള്ളവും ചെവി പോയി. അത് നല്ല പരിപാടിയാണുള്ളത്. ഏ? ഇതിനാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അല്ല എന്നെ സംഭവം ഒന്ന് പറ. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്റെ അമ്മായിച്ചന്റെ തല തേങ്ങ വീണു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്നറിയാമോ? ഇപ്പൊ പറയുന്നത് അങ്ങനെ പിന്നെ പറയുന്നില്ല. ഇപ്പൊ പറയുന്നത് എന്തിനു പിന്നെ പറയണ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതല്ല വൈദ്യരെ, പിന്നെ പറയുന്നത് ഇപ്പൊ പറയത്തില്ല. അല്ല പിന്നെ പറഞ്ഞ കാര്യം ഇപ്പൊ പറയേണ്ട കാര്യമല്ലോ, അത് പിന്നെ പറഞ്ഞല്ലോ. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അച്ഛനും കൂടെ ഒരു 2 വർഷത്തിന് മുമ്പ് ബൈക്കിലൊന്ന് യാത്ര ചെയ്തതാ. ബൈക്ക് സ്കിഡ് ചെയ്ത് പുള്ളി അബദ്ധത്തിൽ വീണ് ആക്സിഡന്റ് ആയിപ്പോയി. അപ്പൊ 3 മാസം ആശുപത്രി കിടന്നിട്ട് ഞാൻ തിരക്കില്ലെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ട്. അതെനിക്ക് വിഷയമല്ല. പക്ഷേ ഇപ്പൊ പുള്ളിയുടെ അസുഖമൊക്കെ മാറിയിട്ട് ആ ഇൻഷുറൻസ് ക്ലെയിം പൈസ ഇന്നലെ കിട്ടിയതാ 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ കിട്ടിയതാ. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ മനുഷ്യന്റെ തല ഇന്ന് രാവിലെ തേങ്ങ വീണ് റിലേ പോയി. അപ്പൊ ബോധം ഉണ്ടാക്കി തരണം. കിളി പോയി. അപ്പൊ ബോധം ഉണ്ടാക്കി തരണം. അത്രയല്ലേ അത്രേ ഉള്ളൂ. അത് നമ്മളേറ്റ്. ധാര കോരണ്ട വരും. ആര് കോരാൻ? ഞാൻ കോരൂല. ഈ എന്റെ വീട്ടിന്റെ കിണറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം പോലും ഞാൻ കോരിട്ടില്ല. പിന്നെ ചേട്ടൻ വെള്ളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. ചേട്ടന് നടുവേന ഉള്ളതാ. എന്നെ കൊണ്ട് തീരെ ആവതില്ല. വേണേ മോട്ടർ അടിച്ച് 2 ബക്കറ്റ് വെള്ളം ഇവിടെ എടുത്തു വെച്ചു തരാം. വൈദ്യരെ നമുക്ക് യൂണിയൻകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് 4-5 പേര് വന്ന് പെട്ടെന്ന് അങ്ങ് കോരി തീർക്കും. ധാര ഈ ധാര എന്ന് പറഞ്ഞു നീ പറഞ്ഞു. ഓ ധാര എന്ന് പറഞ്ഞ എണ്ണ പിടി കിട്ടില്ല. ഇല്ല ഇവിടെ ധാര എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ കോരിയില്ല തലയിൽ എണ്ണ. ഓ തലയിൽ കൂടെ വെച്ച് വീത്തുന്ന ഒരു സാധനം. നീ മിനിഞ്ഞാന്ന് ധാര കോരാൻ പോയിട്ട് മീൻചട്ടിക്കകത്തുനിന്ന് ധാര കോരി അവന്റെ കണ്ണില് എരിഞ്ഞിട്ട് വലിയ പ്രശ്നമായി. എന്നെ കൂച്ചിപ്പിച്ച് ഇടിക്കാൻ നോക്കി. ആശാൻ അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വൈദ്യരെ മറ്റേ ഭാര്യ തങ്കി ചേച്ചി മറ്റേ ധാര കോരണ ചട്ടിക്കകത്ത് മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും? അത് എന്റെ വീട്ടിൽ ഞാൻ മീൻ മേടിക്കാറില്ല. പിന്നെ അങ്ങനെ മീൻ കറി വെക്കും. അവിടെ മറ്റേ സെൽഫിനകത്ത് ഒരു കുപ്പിക്കകത്ത് മീൻ ഇരിക്കുന്ന ഞാൻ കണ്ടല്ലോ. അതല്ലേ എടുത്തു കൊടുത്തത്? ദൈവമേ, ആന്ധ്രന്ന് വലുവിന് വിഴുങ്ങാനായിട്ട് മീനെ കൊണ്ടുവച്ച് അവള് കറി വെച്ചാ. എന്ത് മീനായിരുന്നാലും ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. പകുതി ആശാനും തിന്നു. ഇതാണ് പേഷ്യൻസ്. അതാണ് അവിടെ കിടന്ന് വർത്താനം പറയാതെ ഇവിടുത്തെ കാര്യങ്ങൾ കൂടെ നോക്ക്. ചെറിയ ഒരു ഓർമ്മയുണ്ടോന്ന് തോന്നുന്നു. ഏയ് അങ്ങനെ വരാൻ കാര്യമില്ല. അങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ ആരാന്ന് പിടികിട്ടിയോ? മനസ്സിലായി. എല്ലാവരെയും പെട്ടെന്ന് ശപിക്കുന്ന കോപിഷ്ഠനായ ദുർവാസറാവല്ലേ? ദുർവാസാവല്ല, ദുർവാ തെരണ്ടി. പേരെന്നാ? പേരയ്ക്ക. ഓ നാളോ? നാരങ്ങ. ധിക്കാരിയാണല്ലേ? ശരിയാക്കി തരാം. അയ്യോ ആള് തെറ്റിപ്പോയെന്ന്. അയ്യോ അപ്പൊ അറിയിക്കട്ടെ. അറിയിച്ചു. എനിക്ക് കേസ് പറയാൻ വയ്യ. എടാ ഇന്നാളെ അങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞ് ഇപ്പോഴും സംഭവിക്കൂ. അനക്കമുണ്ടെന്ന്. അനക്കൊണ്ടെന്ന്. ഹലോ ഉണ്ട്. ശ്വാസം പോണ്ട്. ഷർട്ടൊക്കെ ഊരേണ്ടതാണ്. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയുടെ കേസാണ്. അപ്പൊ നമുക്ക് ധാര പോരാ. ധാര എടുക്ക്. ധാര എന്ന് പറയുന്നത് ചട്ടി എടുക്ക. ചട്ടിക്കകത്തേക്ക് മരുന്നെടുക്കാം. ഇനി വേറെ എന്നാ എന്തോന്ന് വേണം? ആ പൊട്ടൻ ചുക്കാതി എടുക്ക. പൊട്ടൻ ചുക്കാതി അല്ലേ? പൊട്ടൻ ചുക്കാതിയാണോ? എന്തോ പൊട്ടൻ ചുക്കാതി അല്ലെന്ന് കൊട്ടൻ ചുക്കാതി. അവൻ എടുക്കുമ്പോ അത് പൊട്ടൻ ചുക്കാതിയാ. അതിന്റെ ആവശ്യമുള്ള ആൾക്കാരിരിക്കുമ്പോ എന്നെ അവരെ മുമ്പിൽ വെച്ച് എന്നെ വെറുതെ കളിയാക്കല്. ഉള്ള കാര്യം ഞാൻ പറയാം. ശരി കോശേ, ഇതാ ഇന്നിപ്പൊ തന്നെ നമ്മള് ശരിയാക്കി തന്നില്ലെങ്കിൽ മതി നമ്മുടെ കാര്യം ഇത്. ഷോപ്പും തോർത്തൊക്കെ എവിടെ ഇരിക്കണത്? എന്ത് വിളിക്കാൻ പോകണ്ടേ? അല്ലടാ എന്റെ കാലൊന്ന് റെഡി ആയല്ലോ. എനിക്ക് തിരുമാൻ കാല് ചവിട്ടി തിരുമാൻ. ഈ കിടപ്പ് കണ്ടിട്ട് ഒരു 2 പേര് വരിക. അപ്പൊ ഇങ്ങനെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. അതെന്താ ഫേസ്ബുക്കിലിട്ടാ? അയ്യോ നിങ്ങളെന്തിനാ വന്നേ? നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ മാറി നിൽക്കണുണ്ടോ? ഒന്ന് മാറിക്കോ. ഇപ്പൊ എന്റെ പെണ്ണുമ്പിള്ള എങ്ങാനും പറഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് പോ. തുടങ്ങാം. ധാര കോരണം. ധാര കോരാ നമുക്ക്. ആദ്യം ഇതൊക്കെ ഒന്ന് നോക്കി. മതി. പിന്നെ വേറൊരു കാര്യം. നല്ല ഡാൻസ് ആയിരുന്നു. നല്ല ഡാൻസ് അല്ലത്, തിരുമീതാ. ആണോ? ഒരു കാര്യം ചെയ്യ്. ധാര എടുക്ക. എന്തെങ്കിലും മറുപടി. ഹലോ, എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആൾക്കാരെ മുഴുവൻ ബൈക്കെ കൊണ്ടുപോയി മറിച്ചിടുന്ന എന്നെ മനസ്സിലായി. ഓർമ്മ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിയോടെ കിട്ടിയ 1 ലക്ഷം രൂപ മേടിക്കാം. വില്ലേജ് ഓഫീസർ അല്ലേ? കിടക്കവിടെ ശരിയാക്കി തരാം. ഈ ധാര നന്നായിട്ട് ഒഴുക. ഇവിടെ അങ്ങ് പിടിച്ചാൽ മതിയല്ല. മുക്കുറ്റി തിരുതാലി കാടും പടലും പിടിച്ചു കെട്ടി
തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം സം 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 സംവൃത പമകരി തങ്കത്തുങ്കം തട്ടിക്കുന്ന തിമ്പ്രത തിമ്പ്രത തിമ്പ്ര തിമ്പ്രു. അതെ പറ പറ പാട് എടാ, ഇത് അന്താക്ഷരി കളിച്ചതാണോ? പിന്നെ എടാ മുക്കുറ്റി ഉണ്ടോ? മൂക്കുത്തി അല്ലേ ഇല്ല പച്ചമരുന്ന് അമ്മച്ചി, ആ മൂക്കുത്തി ഒന്ന് തരൂ ആ, തരാം, ഇപ്പൊ തരാം. ഇപ്പൊ തരും മൂക്കുത്തി അല്ലെന്ന് പിന്നെ? മുക്കുറ്റി. മുക്കുറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നു എടാ ഒരു മരുന്നല്ലടാ, ഞാൻ നിന്നോട് പറിക്കാൻ പറഞ്ഞില്ല. അതില്ല അത് പറിച്ചില്ല തിരുതാലി തിരുതാലി പെങ്ങളെ ആ താലി ഒന്ന് അഴിച്ചു തരും ചേട്ടാ, താലിയൊക്കെ ചോദിക്കണേ ചേട്ടാ. താലിയും തരൂല്ല, ഇതെന്നാണോ ഇത്? അയച്ചരേ താലി തേഞ്ഞ് പിന്നെ എന്നാ ഉള്ളത്? ഞാൻ കുറച്ച് കാടും പടലും ഇതാ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കാടും പടലും കൊണ്ട് നീ എന്നാ തൊഴിലുറപ്പ് പണിക്ക് പോയതാണോ? നിന്നെയൊക്കെ പണിക്ക് നിർത്തി എന്നെ വേണം തല്ലാൻ. ഹ്, ഒരു പണി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യോ ഇല്ല, എല്ലായിടത്തും നിന്ന് അടിയും മേടിച്ചോണ്ട് വരും. താരെ പിടി നിങ്ങള്. ആവശ്യമില്ല വൈദ്യരെ എന്നെ കുറ്റം പറയല്ലേ ആ. ഒരു 2 കൈ കൊണ്ട് 16 ജോലി പറഞ്ഞ ഞാൻ എന്തോ ചെയ്യും വീട്ടിൽ വന്ന ഈ ഉണക്ക കാല് തിരുമണം ആ. നിക്കർ നനച്ചിടണം എല്ലാ പണിയും കൂടെ ചെയ്യാൻ എനിക്ക് വയ്യ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പണി നിർത്തിട്ട് പോടാം. ഞാൻ ഇതാ പോകുന്നു പോകല്ലേ വൈദ്യരെ. ഇത് പ്രശ്നമൊന്നുമില്ല, എഴുന്നേറ്റ ആള് ചത്തില്ല. ഓ ചത്തില്ല ഇക്കരെ. 2 വർഷം മുമ്പ് ഏ? വീട്ടിൽ വെറുതെ ഇരുന്ന് എന്നെ ആര്? കേറച്ചാന്ന് പറഞ്ഞ് ബൈക്കെ കൊണ്ട് കേറ്റിട്ട് മറിച്ചിട്ട എന്റെ മരുമകൻ സുകുമാരനല്ലേടാ നീ? അതെ. നീ എന്തിനാണ് ഈ വീട്ടിൽ വന്നേ? അല്ല കാശ് കിട്ടാൻ. ഇറങ്ങി പോടാ. പോടാ എന്റെ വീട്ടിൽ നിന്ന്. അച്ഛാ, അച്ഛാ, ഞാൻ മനസ്സിലായി. വന്നിട്ടുണ്ട്. മോക്ക് ഞാൻ തരും. ആണും പെണ്ണുമായിട്ട് ഒറ്റ മോളേ ഉള്ളൂ. എനിക്ക് കിട്ടിയ കാശ് ഞാൻ നിനക്ക് തരും. അതിന് നീ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവനൊന്ന് തിരിഞ്ഞു നോക്കിയില്ല. അതാ എന്റെ വിഷമം. ഇതാരാ പത്മിനി? അത് മനസ്സിലായില്ലേ? ഇല്ല. ആ പഴയ മെമ്മറി കാർഡ് മാറ്റിയിട്ട് പുതിയ മെമ്മറി കാർഡ് ഇട്ട് തന്ന വൈദ്യനാണ് ഞാൻ. അത് ചേട്ടാ, രാവിലെ ചേട്ടന്റെ തല തേങ്ങ വീണിട്ട് ചേട്ടന്റെ ഓർമ്മയും ബോധം എല്ലാം പോയായിരുന്നു. അപ്പൊ ചികിത്സിക്കാൻ വന്ന വൈദ്യരായത്. എന്നെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടോ? വൈദ്യരാണോ? അതെ. ദേ, വിദേശത്തൊക്കെ പോയി ചികിത്സിച്ച് ഭയങ്കര വൈദ്യരാണ് ആണല്ലേ? എന്നാ വൈദ്യർക്ക് ഒരു 1000 രൂപ കൊടുത്തേര്. ശരി. 1000 രൂപ എങ്ങ് വന്ന്? അതെ, ഒട്ടും ബോധമില്ലായിരുന്നു നിങ്ങക്ക്. അറിയാലോ, പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോയായിരുന്നു. അത് ഞാൻ ശരിയാക്കി കൊണ്ടുവന്ന എനിക്ക് എങ്ങനെ പോയാലും 1 മണിക്കൂറത്തെ പണി ഉണ്ടായിരുന്നു. പിന്നെ 1 ലക്ഷം 1.5 ലക്ഷം രൂപ വേണം. ആകപ്പാട് 1 ലക്ഷം രൂപ ഇവിടെ ഇരിക്കുന്നുള്ളൂ. പിന്നെ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ തരും? 1.5 ലക്ഷം ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഈ 50,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോകും? ഒരു കാര്യം ചെയ്താൽ മതി. അപ്പൻ എന്റെ കൂടെ കയറി വന്ന് നമുക്ക് ബൈക്കിൽ ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്തിനാ? വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് കിട്ടൂന്നേ. Masters.